ഇപ്പം മഹാബലി മലയാളി അല്ല. മഹാബലി മലയാളിയില്ല, മലയാളിയുമായി കേരളവുമായി യാതൊരു ബന്ധവുമില്ല. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുകയല്ല ചെയ്തിട്ടുള്ളത്, പാദാനുഗ്രഹം എന്ന് പറയുന്നതാണ് മഹാബലിക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ കാവൽക്കാരനായി നിന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. ആരാണ് ഹിന്ദു? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ഹിന്ദു എന്നുള്ളത്. ഈ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് ഈ തലമുറയെ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മുടെ ഹിന്ദു സൊസൈറ്റി എന്തെങ്കിലും ഒരു നടപടികൾ എടുത്തിട്ടുണ്ടോ? അത് നമുക്കൊരു ദുഃഖമുണ്ടാവുന്ന കാര്യമാണ്. നമസ്കാരം, സ്പാർക്ക് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അധ്യാപകനും ആധ്യാത്മിക പ്രഭാഷകനും സംസ്കൃതി എന്ന പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായ ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും പല വേദികളിലും പ്രഭാഷണം നടത്തുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ ആർ വേണുഗോപാൽ. നമസ്കാരം. നമസ്കാരം. നമ്മളുടെ വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്, ആരാണ് ഹിന്ദു? ഒരുപക്ഷേ ഭാരതത്തിന് വെളിയിൽ ലോകത്തെമ്പാടും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ഹിന്ദു എന്നുള്ളത്. പണ്ടും ഇന്നും ഭാരതത്തിന് വെളിയിലുള്ള മറ്റ് സംസ്കൃതികൾ നമ്മെ എങ്ങനെ നോക്കിക്കണ്ടു, നമ്മെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ഹിന്ദു എന്നുള്ളതിൽ നമ്മൾ എത്തുകയാണ്. സിന്ധു നദീതട സംസ്കാരം, സിന്ധു നദിക്ക് അപ്പുറമുള്ള ഒരു ജനത, ഒരു പ്രദേശം, പേർഷ്യൻ, ഒരുപക്ഷെ ഗ്രീക്ക് ഭാഷകളിലൊക്കെ സിന്ധു എന്നുള്ളത് ഹിന്ദു എന്ന നിലയിലേക്ക് മാറുകയും അങ്ങനെ ഹിന്ദു എന്ന ഒരു വാക്ക് പ്രചാരത്തിലേക്ക് വരികയും ചെയ്തു എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ നാം ആ വാക്കിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, നമ്മുടെ ഭരണഘടന രൂപീകൃതമായപ്പോൾ ഹിന്ദു റിലീജിയൻ എന്ന നിലയിലാണ് അതിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. ഒരു വർഗീകരണം എന്ന നിലയിൽ, ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയും, ഒരു വർഗീകരണം എന്ന നിലയിലാണ് ഇന്ന് ഹിന്ദു എന്നുള്ളതിനെ നാം കാണുന്നത്. പലതരത്തിലുള്ള വർഗീകരണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരുപക്ഷെ വളരെ കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടി ഹിന്ദു എന്ന വാക്ക് ഒരു മതം എന്ന നിലയിൽ ഉൾപ്പെടുത്തിയപ്പോൾ നമ്മുടെ വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ ബ്രാഹ്മണ്യങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും ഹിന്ദു എന്ന പദം കാണുന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുറമേ നിന്നുള്ള മറ്റ് സംസ്കൃതികൾ നമ്മെ നോക്കിക്കണ്ട ഒരു നോക്കിക്കാണൽ മാത്രമാണ് ഹിന്ദു എന്നുള്ളത്. അപ്പോൾ പിന്നെ മറ്റെന്താണ്? അപ്പോൾ അവിടെയാണ് സനാതനധർമ്മം എന്നുള്ളത് വരുന്നത്. സനാതനം എന്നുള്ളത് നമ്മുടെ എല്ലാ ലിഖിതങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹിന്ദു എന്നതിനപ്പുറം സനാതനധർമ്മം എന്നുള്ളതിലേക്ക് നമ്മൾ വരികയാണ്. സനാതനം എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ സനാതനി എന്ന് പറയുന്നതാവും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഉചിതമായിട്ടുള്ളത് എന്നാണ്. എന്താണ് സനാതനി എന്നും കൂടെ ഒന്ന് പറയാം. അതേപോലെ തന്നെ ഭാരതവർഷം, ഭാരതഖണ്ഡം എന്നുള്ളത് നമ്മുടെ ലിഖിതങ്ങളിലൊക്കെ ഉണ്ട്. ഭാരതഖണ്ഡം എന്നുള്ളത്, അപ്പോൾ ഭാരതം എന്നുള്ളതുണ്ട്. അപ്പോൾ സനാതനി എന്നതുപോലെ തന്നെ ഭാരതീയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഭാരതം എന്നാൽ ഭാസിൽ രഥം എന്നാണ്, പ്രകാശത്തിൽ രതിയുള്ള രാജ്യം എന്നാണ്. അപ്പോൾ ഭാരതീയൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്താൽ പ്രകാശിക്കുന്നവൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ സനാതനി അല്ലെങ്കിൽ ഭാരതീയൻ എന്ന നിലയിൽ പറയാം. അപ്പോൾ സനാതനം എന്നുള്ളതിന് നമുക്ക് പറയാം, ഗീതയിൽ പറയുന്നുണ്ട്, ചിരപുരാതനവും നിത്യനൂതനവുമായിട്ടുള്ളത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പഴക്കത്തെക്കുറിച്ച് നമുക്കറിയില്ല, എന്നാൽ അതെന്നും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ സാമൂഹിക സംവിധാനങ്ങളെ നമ്മൾ ഒന്ന് നോക്കിക്കാണുമ്പോൾ എന്താണോ സനാതനധർമ്മം മുന്നോട്ട് വച്ചിട്ടുള്ളത് അതൊക്കെ ഇന്നും നമുക്ക് വളരെ പ്രസക്തമായി നമ്മുടെ ചുറ്റുപാട് കാണാൻ പറ്റും. അപ്പോൾ സനാതനം എന്നാൽ എന്നും നിലനിൽക്കുന്നത് എന്ന തലത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ ധർമ്മം എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഹിന്ദു എന്നുള്ളതിനെ ഒരു മതം എന്ന നിലയിൽ പലരും നോക്കിക്കാണുന്നുണ്ട്.
ഞാനത് ചോദിക്കാനായിട്ട് വരികയായിരുന്നു. അതായത് ഇപ്പം എല്ലാ മനുഷ്യനും ജനിക്കുമ്പോഴേ എവറി ഹ്യൂമൻ ഇസ് എ ബോൺ ഹിന്ദു എന്ന് നമുക്കൊരു ചൊല്ലുണ്ട്, പണ്ട് മുതലേ കേൾക്കപ്പെടുന്നതാണ്. അപ്പം അത് നമ്മൾക്ക് അന്നേരം ഒരു ആശയത്തെ നമ്മൾ ഉൾക്കൊണ്ടാണ് ജന്മം കൊണ്ട് തന്നെ. അപ്പോൾ ഹിന്ദു എന്നത് റിയലായിട്ടും ഒരു മതമായിട്ട് ഹിന്ദുവിനെ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. ഓക്കെ, അവിടെയും ഒരു ആശയപരമായിട്ടുള്ള ഒരു പൊരുത്തക്കേടുണ്ട്. അതായത് ഹിന്ദു മതം, അതെ, ഇപ്പോൾ നമ്മുടെ ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം റിലീജിയൻ എന്നുള്ളത് പറയുന്നത് നമ്മുടെ എല്ലാ ഫോംസിലും നമ്മൾ എഴുതുകയും ചെയ്യും. ഇപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ സ്കൂളിൽ ചേർക്കുമ്പോൾ റിലീജിയൻ എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു ഒരു മതമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പണ്ഡിതർ ധാരാളം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു മതം എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ട്. ഒരു മതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആ മതത്തോട് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാനുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്രിസ്തുമത വിശ്വാസിയോട് എന്നാണ് നിൻ്റെ മതം ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരവുണ്ട്. ആരാണ് നിൻ്റെ ദൈവം എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട്. ഏതാണ് നിൻ്റെ പ്രാമാണിക ഗ്രന്ഥം? ഉത്തരമുണ്ട്. ഏതാണ് നിൻ്റെ വിശുദ്ധ നാട്? ഉത്തരമുണ്ട്. ഇത്തരത്തിലൊരു ഇസ്ലാം മത വിശ്വാസിയോട് ചോദിച്ചാലും ഉത്തരമുണ്ട്. ഇതിനെല്ലാം ഉത്തരമുണ്ട്. ഇപ്പോൾ ഏക ഗ്രന്ഥം, ഏക ദൈവം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പുണ്യസ്ഥലം എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ 2020 അല്ലെങ്കിൽ 26 എന്ന് പറയാൻ ഉത്തരമുണ്ട്. അപ്പോൾ ഒരു മതത്തോട് നാം ഇത് ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം ഒരു മതത്തിന് നൽകാനാവും. അപ്പോഴേ അത് മതമാവും. എന്നാൽ ഈ ചോദ്യം ഒരു ഹിന്ദുവിനോട് ചോദിച്ചാൽ ഉത്തരം അവൻ എങ്ങനെ പറയും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇതെന്ന് ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്കുത്തരയില്ല. 10,000 വർഷങ്ങൾക്കപ്പുറം എന്നൊരു ഉത്തരമേ പറയാനുള്ളൂ. 10,000-ത്തിനപ്പുറമാണ് 20,000, 20,000-ത്തിനപ്പുറമാണ് 40,000 എന്നുള്ളതിന് ഉത്തരയില്ല. നിൻ്റെ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ 30 കോടി എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ സവിശേഷതയാണ് അഹം ബ്രഹ്മാസ്മി, നീയും ദൈവമാണ് എന്നാണ്. അപ്പോൾ ഇത് മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും ചെടികളുമെല്ലാം ദൈവതുല്യമാണ്, അല്ലെങ്കിൽ ദൈവങ്ങൾ തന്നെയാണ് എന്ന നിലയിലേക്ക് എല്ലാത്തിലും ഉള്ളത് ഒരേ ഈശ്വര ചൈതന്യം എന്ന് കരുതുന്ന ഒരാളിനോട് ഏതാണ് നിൻ്റെ ദൈവം എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും. ഒരു സനാതനധർമ്മ വിശ്വാസിയുടെ ഒരു കുഞ്ഞിനോട് നിൻ്റെ ദൈവം ഏത് എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞ് കണ്ടിട്ടുള്ളത് വീട്ടിൽ അമ്മ വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ ആ പൂജാമുറിയിലുള്ളത് എത്രയോ ദൈവങ്ങളാണ്. ഇതിലേതിനെ ഞാൻ പറയും എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഏതാണ് നിൻ്റെ പ്രാമാണിക ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ ഒരു ഏക ഗ്രന്ഥമുള്ള ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവനൊരു ലൈബ്രറിയുമായിട്ടാണ് നടക്കുക. തീർച്ചയായിട്ടും. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പൂജാമുറിയുടെ അവിടെ ഒരുപാട് പടങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിലേ ആയിരുന്നപ്പോൾ വന്ന് ചോദിക്കും, അമ്മ ഇതൊക്കെ ആരാണ്? ഇതൊക്കെ ആരാണ്? കാരണം ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറയുന്ന ശരിയാണ് വളരെ. അത് ഇപ്പോൾ മഹാദേവനെക്കുറിച്ച് പറയുമ്പോൾ മറ്റാളുകൾക്ക് ദേഷ്യം ഉണ്ടാവുമോ? അയ്യപ്പനാണോ? ലക്ഷ്മിയാണോ? അപ്പോഴാണ് മറ്റ് മൃഗങ്ങളുമൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ ഒരു കുടുംബസങ്കല്പം, ഭാരതീയ കുടുംബസങ്കല്പം ഏതെന്ന് ചോദിച്ചാൽ മഹാദേവൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് പറയുക. അപ്പോൾ മഹാദേവൻ്റെ ഒരു ഫാമിലി ഫോട്ടോ നമ്മളൊന്ന് പഠിക്കാൻ തീരുമാനിച്ചാൽ പരസ്പരം ആഹാരമാവുന്ന ആളുകളും അവിടെയുണ്ട്. അപ്പോൾ ആ വൈരുദ്ധ്യം എന്ന് പറയുന്നതാണ് ഈ സംസ്കൃതിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോദ്യങ്ങൾ ഏതാണ് നിൻ്റെ ദൈവം, ഏതാണ് നിൻ്റെ പുണ്യസ്ഥലം എന്ന് ചോദിച്ചാൽ ഭാരതം മുഴുവൻ പുണ്യസ്ഥലമാണ്. ഒരു നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റർ ഇന്ത്യ. ഇപ്പോൾ കാണ്ഡഹാർ മുതൽ ഇങ്ങോട്ട് ലങ്ക വരെ, അല്ലെങ്കിൽ ബർമ്മ, നേപ്പാൾ എന്നൊക്കെ പറയുന്ന വലിയൊരു വിശാല ഭാരത സങ്കല്പമുണ്ടല്ലോ, ഭാരതഖണ്ഡം എന്നുള്ളത്. അത് മുഴുവൻ പുണ്യസങ്കേതമാണ്. ഇപ്പോൾ വാത്മീകി രാമായണത്തിൽ, ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ, വാത്മീകി രാമായണത്തിൽ കേരളത്തിലേക്ക് അവർ വന്നതായിട്ട് രേഖകളില്ല. പക്ഷേ ഇവിടെ എത്ര സങ്കേതങ്ങൾ ആ ഇതിഹാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം പുണ്യസ്ഥലങ്ങളാണ്, എല്ലായിടവും പുണ്യസ്ഥലങ്ങളാണ് ഓരോന്നും. അപ്പോൾ അതുകൊണ്ട് ഒരു സനാതനധർമ്മ വിശ്വാസിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ഏതാണ് നിൻ്റെ പുണ്യസ്ഥലം എന്ന് ചോദിച്ചാൽ, എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫിസിക്സ് ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? കെമിസ്ട്രി ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അത് നൂറ്റാണ്ടുകളുടെ സന്യാസി വര്യന്മാരായവർ, ഋഷി പൂങ്കവന്മാർ, അങ്ങനെയുള്ള ആളുകളുടെ മനനത്തിലൂടെ അവർ രൂപപ്പെടുത്തി കൊണ്ടുവന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് ഈ ഹിന്ദു എന്നതിനെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത് മതമല്ല.
ഒരു മതത്തിൻ്റെ ഒരു പരിമിതമായ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന ഒന്നല്ല, അതിനും അപ്പുറത്ത് വിശാലമായ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതൊരു സംസ്കാരം, ഒരു ജീവിതശൈലി, ഈ രണ്ട് വാക്കുകളിലേക്കാണ് അതാണ് നമ്മൾ വരുന്നത്. നമ്മുടെ ചർച്ച വളരെ കൃത്യമായി പോകുന്നു എന്നുള്ളതാണ്. ഞാൻ എന്താണോ അടുത്തത് പറയാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. സംസ്കാരം എന്നുള്ളതിലേക്ക് വരികയാണ്. ഇതൊരു ജീവിതശൈലി മാത്രമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഒരു ജീവിതശൈലി എന്നുള്ളത്? ഈ സനാതനധർമ്മത്തെ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാലങ്ങൾ കൊണ്ട് നാം ആചരിച്ചുറപ്പിച്ചു വന്നിട്ടുള്ള പലതുമുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വന്നാൽ നമ്മൾ എങ്ങനെ പെരുമാറണം, ഇത് ഈ ജീവിതശൈലിയിലെ വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് എപ്പോൾ, അതിൻ്റെ രൂപപ്പെടൽ എങ്ങനെയാണ്, ഇത്തരത്തിൽ നമ്മുടെ ദൈനംദിനമായ അനുഷ്ഠാനങ്ങളെയെല്ലാം അനുഷ്ഠിക്കുന്നതാണ് അനുഷ്ഠാനങ്ങൾ. അങ്ങനെ അനുഷ്ഠിച്ച് രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളതിനെ മൂല്യങ്ങൾ ചേർത്ത് ശുദ്ധീകരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സംസ്കാരം. ജീവിതശൈലിയെ മൂല്യങ്ങൾ ചേർത്ത് ശുദ്ധീകരിക്കുകയാണ്. ഇപ്പോൾ ഈ നാട്ടിൽ സത്യമാണ് മൂല്യം, സത്യമേവ ജയതേ എന്ന്. അപ്പോൾ നരകത്തേക്കാൾ അസത്യത്തെ ഭയപ്പെട്ടതുകൊണ്ടാണ് രാമൻ ഈ പുത്രധർമ്മം എന്നുള്ളത് അയോധ്യ പട്ടാഭിഷേകം വിഘ്നം വന്നപ്പോൾ കാട്ടിൽ പോകാൻ തയ്യാറായത്. കാരണം അച്ഛൻ സത്യവാദിയാണ്. അച്ഛൻ അതുകൊണ്ടാണ് മകൻ കാട്ടിൽ പോയാലും കുഴപ്പമില്ല, കാരണം ഞാൻ കൊടുത്ത സത്യമാണ്. അപ്പോൾ സത്യത്തിന് അപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുക, അങ്ങനെ ആചരിക്കുക. അങ്ങനെയുള്ള ഒരാളല്ല, അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ഒരു ജനനം കൊണ്ട് പുണ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഭാരതം എന്നുള്ളത്. അതുകൊണ്ടാണ് അത് ആപ്തവാക്യമാക്കി മാറി. സത്യമേവ ജയതേ എന്നുള്ളത് ഇന്ന് ആപ്തവാക്യമാണ്. അപ്പോൾ സത്യം എന്നുള്ളത് മൂല്യമാണ്, അഹിംസ എന്നുള്ളത് മൂല്യമാണ്. എന്താ അത്? സത്യം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പരാജയമില്ല, അഹിംസ എന്ന് പറയുമ്പോൾ പരാജയമില്ല. അത്തരത്തിൽ എല്ലാവരെയും നിലനിർത്തുന്നതാണ് സത്യം എന്നുള്ളത്. എല്ലാവരെയും നിലനിർത്തുകയാണ്. ഇതിനെ അപഹസിക്കുന്നവരും ഇതിനെ അപമാനിക്കുന്നവരും ഇത് ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നവരെയും ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ ഒരു ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജീവിതശൈലി ഇങ്ങനെ ക്രമപ്പെടുത്തി അപ്പോൾ ഇതെപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് നിത്യനൂതനമായി നമുക്ക് മനസ്സിലാവുന്നത്. ഒരിക്കലും നശിക്കാത്തതാണ്, നിലനിൽക്കുന്നു. അതിനിങ്ങനെ അത് സ്വാഭാവികമായി സംഭവിക്കുകയാണ്. ഇപ്പോൾ ഭഗവത്ഗീതയ്ക്ക് എത്ര ഭാഷ്യങ്ങളാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഭഗവത്ഗീത വെറുതെ കയ്യിൽ കൊണ്ടു നടന്നിട്ടുള്ള ആളുകൾ മഹാത്മാക്കളായി മാറി. ഇപ്പോൾ രാമായണം സ്ഥിരമായി വായിക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് നമുക്കൊരു ഉത്കർഷം ഉണ്ടാവാനില്ല എന്നാണ് ധർമ്മത്തിലേക്ക്. കാരണം രാമായണം എഴുതപ്പെട്ടതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അതിലോട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പിന്നിൽ വരും. അപ്പോൾ ഇത് സംസ്കാരം എന്നുള്ളത് തിരിച്ചറിയുക, ഇതൊരു ജീവിതശൈലിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിന് വെളിയിലേക്ക് ഇതൊരു പ്രദേശത്തെ കുറേ ആളുകൾ കാലങ്ങളായി അനുവർത്തിച്ചു വരികയും നവീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ജീവിതശൈലിയെ മൂല്യങ്ങൾ ചേർത്ത് അവരിങ്ങനെ പരിഷ്കരിച്ച് വരുമ്പോൾ അതൊരു സംസ്കാരമായി രൂപപ്പെട്ടു. അപ്പോൾ ഈ സംസ്കാരത്തിനകത്താണോ നമ്മൾ ഈ പറയപ്പെടുന്നത് ഒരു 14 ചടങ്ങുകൾ അടങ്ങിയ? സംസ്കാരത്തിൽ പലതുണ്ട്. ഇപ്പോൾ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിന് അടിസ്ഥാന പ്രാമാണിക ഗ്രന്ഥം എന്ന നിലയിൽ നമ്മൾ വേദങ്ങളെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ഹിന്ദു എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം. ആത്മസാക്ഷാത്കാരമാണ് അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, മോക്ഷം കൈവല്യം എന്നുള്ളതാണ് അവന്. അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഈശ്വര വിശ്വാസം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഒരു നാസ്തികനും ഹിന്ദുവായി നിലനിൽക്കാം. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ആളിനെയും ഹിന്ദു ചേർത്ത് പിടിക്കുകയാണ്, ഇല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആചരണങ്ങളാണ് ഇതിനകത്തുള്ളതെല്ലാം. ജീവിതശൈലി എന്ന് എന്നോട് ചോദിച്ചില്ലേ, ജീവിതശൈലിയിൽ സംസ്കാരം എന്നുള്ളത്. അപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് മറവ് ചെയ്യുക എന്ന്. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക. സംസ്കാരം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ചുണ്ടാവുന്നതാണ്. എന്തിനെയാണ് ശുദ്ധീകരിക്കുക? ജീവിതശൈലി. എന്തു ചേർത്തിട്ടാണ്? മൂല്യങ്ങൾ ചേർത്തിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സത്യവും അഹിംസയും ഒക്കെ ചേർത്തിട്ടാണ് ഇതിനെ ശുദ്ധീകരിച്ച് ഒരു ജീവിതശൈലിയെ സംസ്കാരമാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആചരണത്തിനകത്ത് പലതുമുണ്ട്. ഇപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷോഡശ സംസ്കാരം എന്ന് പറയും. 16 സംസ്കാരങ്ങളാണ് ഉള്ളത് എന്നാണ്. ഇപ്പോൾ മറ്റ് ഈ സംഘടിത മതങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള ആചരണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു വ്യക്തിയുടെ രൂപപ്പെടൽ സമൂഹവും കുടുംബവുമായി ചേർത്തുകൊണ്ട് അവരുടെ എല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദർഭം, അത്രയേ ഉള്ളൂ. അതാണ് സംസ്കാരം എന്നുള്ളത്. ഇപ്പോൾ ഹിന്ദുവിനെ സംബന്ധിച്ചാണെങ്കിൽ ഗർഭധാനം എന്ന് പറയുന്നത് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഹിന്ദുവിൻ്റെ സംസ്കാരം രൂപപ്പെടുകയാണ്.
അവിടുന്ന് അങ്ങോട്ട് എന്താണ് പുംസവനം, സീമന്തോ നയനം, പിന്നെ നാമകരണം, അന്നപ്രാശനം. നാമകരണം എന്നുള്ളതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ വിളിക്കാൻ വെറുതെ ഒരു നാമം മാത്രം മതി മോക്ഷത്തിന് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം ഈശ്വരനാമങ്ങളാണ്. എല്ലാ വീട്ടിലും ഒരു കണ്ണനുണ്ട് എന്നുള്ളത്, എല്ലാ വീട്ടിലും ഒരു സീതയുണ്ട്, എല്ലാ വീട്ടിലും ഒരു പാർവതിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒക്കെ കുറേയൊക്കെ അത് മാറിയെങ്കിലും പണ്ടൊരു കാലത്ത് അത് ചിട്ടയായിട്ട് വന്നിരുന്നു ആ പേര്. തീർച്ചയായും. കാരണം നമ്മുടെ ലിഖിതങ്ങളെല്ലാം എഴുതപ്പെട്ടതല്ലല്ലോ. എഴുതപ്പെടുക എന്ന് പറഞ്ഞാൽ അക്ഷരം മരിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? എഴുതപ്പെട്ടത് പുസ്തകം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആശയം മരിച്ചു എന്നാണ്. അതിന് പിന്നെ വളർച്ചയില്ല. അതേസമയം വാമൊഴിയായി വരുമ്പോഴും, അതുകൊണ്ടാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് അടുത്തിരുത്തി പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ അങ്ങനെ പറയില്ല, കലകളൊക്കെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ കാലങ്ങൾ കൊണ്ട് അത് നവീകരിക്കപ്പെടും. അതിൽ പുതിയ പുതിയ സാഹചര്യങ്ങളുടെ, ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നവരാണ്. ഒരു IT ഒക്കെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കാലഘട്ടമല്ല. അപ്പോൾ അവരുടെ നോക്കിക്കാണലുകൾ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ വാമൊഴിയായി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനെപ്പോഴും ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം അപ്പോൾ നാമകരണം അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും ഇരിക്കുകയാണ്. ഒരു ആൺകുട്ടിക്ക് പേരിടാൻ ഗൂഗിളിൽ പോയി നോക്കേണ്ട കാര്യമില്ല. 1000 പേര് ഇവിടെ വെച്ചിരിക്കുകയല്ലേ. ഒരു പെൺകുട്ടിക്ക് ലളിതാ സഹസ്രനാമം ഇരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ പേര് വിളിച്ചാൽ മോക്ഷം എന്ന് ഭഗവാനെയാണ് വിളിക്കുക. സ്വന്തം മകനെ വിളിക്കുക, അല്ലെങ്കിൽ മകളെ വിളിക്കുക. അത്തരത്തിലാണ് നാമകരണം എന്നുള്ളതുണ്ട്. അപ്പോൾ അതിനുശേഷം വിദ്യാരംഭം. ലോകത്തൊരു സംസ്കൃതിക്കും ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് ആ ദിവസം വിദ്യ ആരംഭിക്കുക. ലോകത്തുള്ള മറ്റ് സംസ്കൃതികളൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നതെന്നാണ് പറയുക. ഇപ്പോൾ മണ്ണിൽ എഴുതുക. ഇപ്പോൾ ഇന്ന് കുട്ടികൾക്ക് അക്ഷരം മറന്നു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു കടന്നുവരവ് വളരെ കൂടുതൽ ഉണ്ടാവുക, നമുക്ക് തെറ്റു പറയാനൊന്നും ഇല്ല. പക്ഷേ മാതൃഭാഷ എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ മാതൃഭാഷ ജീവനുള്ള മണ്ണിൽ ജീവനുള്ള കൈകൊണ്ട് എഴുതി പഠിച്ചവരാണ് നമ്മളൊക്കെ. ഇന്ന് മരിച്ച മരം മരിക്കുമ്പോഴാണ് കടലാസ് ഉണ്ടാവുക. അപ്പോൾ കടലാസിൽ ജീവനില്ലാത്ത പേനയോ പെൻസിൽ കൊണ്ട് എഴുതിയാണ് അക്ഷരം പഠിച്ചു പോവുക. ഇന്ന് പേനയും പെൻസിലും ഇല്ലാതെ തന്നെ ഡോക്ടറേറ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒരു കീബോർഡ് മാത്രം മതി. അപ്പോൾ അത്തരത്തിലേക്ക് മണ്ണിൽ എഴുതി പഠിച്ച ഒരു തലമുറ അക്ഷരം എന്നുള്ളത്. അപ്പോൾ അവിടെ വിദ്യാരംഭത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളത്. വിജയദശമി എന്നുള്ളതാണ്. അതിനു മുമ്പ് നമുക്കൊരു 3 ദിവസം വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കമുണ്ട്. ഒരു മൗനമാണ്. ആയുധം ഉപയോഗിക്കില്ല. സ്കൂളുകളൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെയും രമേശിൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ, നീതുവിനുമൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് പൂജവയ്പ്പാണ്. ചില വർഷങ്ങളിൽ 4 ദിവസം കിട്ടും. അപ്പോൾ ചില വർഷങ്ങളിൽ 3 കിട്ടും. അപ്പോൾ നമുക്ക് സങ്കടമാണ്, കഴിഞ്ഞ വർഷം 4 ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പഠനം തുടങ്ങുന്നതിനുള്ള ഒരു ദിവസം വിദ്യാരംഭം. പിന്നീട് വിവാഹം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഗാർഹസ്ഥ്യം. അതിന് തൊട്ട് മുമ്പ് വരെ ബ്രഹ്മചര്യം, വിജ്ഞാനമെന്ന് അറിവ് ശേഖരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുടുംബം നേരെ കൊണ്ടുപോകാനുള്ള അറിവാണ്. അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അവൻ്റെ കടമകൾ, അവൻ്റെ ധർമ്മം അവന് കൃത്യമായി പുലർത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് 14 സംസ്കാരങ്ങൾ. അതിനുശേഷമുള്ളതാണ് വിവാഹം എന്നുള്ളത്. വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ ഒരെണ്ണം കൂടിയുള്ളൂ, അത് അന്ത്യേഷ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഷോഡശ സംസ്കാരം എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഗർഭാധാനം എന്ന് പറയുന്നിടത്ത് തന്നെ വളരെ കൃത്യമായി സക്രിയമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അഭിമന്യു ഉദരത്തിലിരുന്നാണ് യുദ്ധതന്ത്രങ്ങൾ പഠിച്ചത്. ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുമ്പോൾ ആ പെൺകുട്ടിയെ ഏത് തരത്തിലാണ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത്, അത് ഏത് സാഹചര്യത്തിലാണ് ജീവിക്കേണ്ടത്, അതെന്തൊക്കെയാണ് കേൾക്കേണ്ടത്, അതെന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സംസ്കൃതി കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആ തരത്തിലാണ് അനുഷ്ഠിച്ചു വന്നിട്ടുള്ളത് എന്നാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു സംസ്കാരമാണ് എന്ന് പറയുന്നതിന് കൃത്യമായി ഓരോന്നിലും നമ്മുടെ ഭക്ഷണ രീതികൾ എങ്ങനെയുള്ളതായിരിക്കണം, നമ്മുടെ രൂപപ്പെടൽ മുഴുവൻ, നമ്മുടെ കലകൾ മുഴുവൻ. വേദങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ കലകൾക്ക് മാത്രമായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി കാണുന്ന വേദമുണ്ട്. സാമവേദം എന്ന് പറയുന്നത് മുഴുവൻ കലകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുക. അപ്പോൾ കലകൾ എന്നുള്ളത് കേവലം വിനോദത്തിനപ്പുറം ഒരു വ്യക്തിത്വ വികാസ പദ്ധതിയായിരുന്നു. ഇറ്റ്സ് നോട്ട് സിംപ്ലി ഫോർ എൻജോയ്മെൻറ്റ്. അതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയിരുന്നു. നമ്മുടെ കലകളിൽ എല്ലാം ഈശ്വര പൂജയാണ്. ഇപ്പോൾ രാമായണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ രാമായണ മാസമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാമനാമ ജപം എന്നുള്ളതാണ്.
പറയും. അപ്പോൾ സംസ്കൃതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയെ അത്തരത്തിൽ രൂപപ്പെടുത്തി ഓരോന്നിനെയും എങ്ങനെയാവണം, നമ്മുടെ ആചാരങ്ങൾ എങ്ങനെയാവണം, നമ്മളെങ്ങനെ അനുഷ്ഠിക്കണം, ആത്യന്തികമായി ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ ഉയർത്തുക. ഇപ്പം ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഈ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് ഈ തലമുറയെ ബോധ്യപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ക്ലാസ്സുകളോ ട്രെയിനിങ്ങുകളോ സെഷൻസുകളോ ഈ ഹിന്ദു മതത്തിലുള്ള, അതായത് പണ്ട് മുതലേ നമ്മുടെ മുത്തശ്ശിമാർ കേട്ട് വരുന്നതാണ്, നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ഇന്നും കേൾക്കുന്നത്, അതല്ലാതെ ഇത് ഇവർക്കൊരു അറിവായിട്ട് പകർന്നു കൊടുക്കാനായിട്ട് നമ്മുടെ ഹിന്ദു സൊസൈറ്റി എന്തെങ്കിലും ഒരു നടപടികൾ എടുത്തിട്ടുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ ഒരു ക്രിസ്ത്യാനിറ്റി മതം എടുത്തു കഴിഞ്ഞാൽ അവിടെ വേദപഠന ക്ലാസ്സുകളുണ്ട്, ഞായറാഴ്ചയായ കുട്ടികൾ പഠിക്കാൻ പോകും. അതുപോലെ തന്നെ ഒരു ഇസ്ലാമിന് അവരുടേതായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് അവർക്ക് ഇതുപോലുള്ള മൂല്യങ്ങൾ, അതായത് മൂല്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സംസ്കാരം പകർന്നു കൊടുക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഉണ്ടോ? അത് നമുക്കൊരു ദുഃഖമുണ്ടാവുന്ന കാര്യമാണ്. ഇപ്പോൾ ലോകത്തിന് വഴികാട്ടിയാവേണ്ട ഒരു സംസ്കൃതിയുടെ ഉടമകളായ ഭാരതീയർക്ക്, ഹിന്ദുക്കൾക്ക് അവൻ്റെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ് എന്നുള്ളതാണ്. കാരണം അവിടെയൊക്കെ നമ്മൾ ഈ മതേതരത്വം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഹിന്ദു എന്നുള്ള വാക്ക് പറയുമ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ട് എന്ന നിലയിലേക്കൊക്കെ നോക്കിക്കാണൽ ഈ അധികാരവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ശ്രേണികളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ സനാതനധർമ്മ പ്രവർത്തകരായി നടക്കുന്നവരാണ്. അപ്പോൾ നമ്മളിത് ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ സദസ്സിൽ നിന്നുണ്ടാവുന്ന ചോദ്യമാണ്, നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. ഇപ്പോൾ രാമായണം വായിക്കുന്നത് അവർ താല്പര്യമില്ല. ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും സപ്താഹം നടക്കുന്നുണ്ട്, നവാഹം നടക്കുന്നുണ്ട്, സത്രങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കേൾവിക്കാർ കുട്ടികളല്ല, പുതിയ തലമുറ ഇതിലേക്ക് വരുന്നില്ല. ഇപ്പോൾ എന്നാൽ ഇൻഡിപെൻഡൻ്റായി ധാരാളം ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൈന്ദവ സംഘടനകൾ, ആധ്യാത്മിക ഗുരുക്കന്മാർ, അവരുടെ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ രൂപപ്പെടുത്തിയിട്ടുള്ള ശ്രീരാമകൃഷ്ണ മിഷനുണ്ട്, ചിന്മയ മിഷനുണ്ട്, അല്ലെങ്കിൽ അമൃതാനന്ദമയി മഠമുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ, ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമിയുണ്ട്. അപ്പോൾ അവരെ കൊളത്തൂർ അദ്ദേഹം ആശ്രമത്തിൽ എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഈ ആളുകൾ വന്നിരുന്ന് അവരുടെ സംശയങ്ങളുമൊക്കെ ചോദിക്കുന്നുണ്ട്, പഠനങ്ങളുണ്ട് അദ്ദേഹം. അപ്പോൾ ഇതെല്ലാം ഒരു കളക്റ്റീവായി വരികയും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഓർഗനൈസ്ഡായി, ഇപ്പോൾ എനിക്കൊന്ന് ചിന്മയ മിഷന് ഭാരതത്തിന് വെളിയിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി നേരത്തെ തന്നെ സിലബസ് തീരുമാനിക്കപ്പെട്ട് ടെക്സ്റ്റും അടക്കം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ അവരുടെ ആ സിലബസ് നോക്കിക്കാണുകയും ആ ടെക്സ്റ്റുകളൊക്കെ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭാരതത്തിന് വെളിയിലുണ്ട്. ഇവിടെ എന്തുകൊണ്ടോ അതൊക്കെ ഒരു ആർക്കൊക്കെയോ ബുദ്ധിമുട്ടുള്ളതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ആ ചോദ്യം വളരെ പ്രസക്തമാണ്, അത് വേണ്ടതാണ്. ഒരു ഹിന്ദു കുഞ്ഞിനെ സംബന്ധിച്ച്, ഒരു സനാതനധർമ്മ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ അടുത്ത തലമുറയ്ക്ക് അവൻ മനസ്സിലാക്കി വച്ചിട്ടുള്ള അവൻ്റെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട, അവന് ഒരു പക്ഷേ എന്താ പറയുക, ഒരു ഗാർഹസ്ഥ്യനായി നിൽക്കുമ്പോൾ അവനെ സംബന്ധിച്ച് പരിമിതികളുണ്ട്, അവന് അറിവിൻ്റെ കുറവുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അത് നമുക്ക് കൃത്യമായി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. ഈ അടുത്ത കാലങ്ങളിൽ അതിനൊരു മാറ്റമുണ്ടായിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും ഭരണരംഗത്ത് പോലും അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്ഷേത്രങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗീതാ പഠനങ്ങളും അതുമൊക്കെ പല സ്ഥലങ്ങളിലും രാഷ്ട്രീയമായ ചില തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. തീർച്ചയായും ഇതൊരു ഹിന്ദു എന്നുള്ളത് ആരാണ്, അവൻ്റെ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളിന് ഇത് ഒരിക്കലും ഒരു എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിനെ അപഹസിക്കുന്നവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംസ്കൃതി എന്നുള്ള നിലയിൽ ഇത് പഠിക്കുന്നത് തീർച്ചയായും ഭാരതത്തിൻ്റെ ഒരു വിശ്വഗുരു സ്ഥാനത്തിന് നമ്മുടെ കുട്ടികൾ എവിടെ ചെന്നാലും അത്തരത്തിൽ സ്വീകരിക്കപ്പെടുന്നതിന് ഇടയാക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഈ പഠനം ഉണ്ടാവേണ്ടതാണ്. ഭരണകൂടങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകത്തിൽ മറ്റാർക്കും ഇല്ലാത്ത സങ്കടകരമായ ഒരവസ്ഥയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ ധർമ്മത്തെ ഒന്ന് മനസ്സിലാക്കാൻ അതിന് കൃത്യമായ ഒരു പദ്ധതി രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു അംഗീകാരത്തോടുകൂടി അതിനെ ഒരു ക്രമപ്പെടുത്തിക്കൊണ്ട് അത് പഠിക്കുന്നതിനുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്താൻ ഇനിയും വൈകിയാൽ നമ്മുടെ കുട്ടികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അന്ധവിശ്വാസങ്ങളും അർത്ഥസത്യങ്ങളും അനാചാരങ്ങളും എല്ലാം കടന്നുകൂടുകയാണ്. കാരണം നമുക്ക് നമ്മുടെ അടിത്തറ ഭദ്രമല്ല, കുട്ടികൾക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്കറിയില്ലോ, ഓണം വരികയല്ലേ, മഹാബലി
മഹാബലി എന്നുള്ളതിനെ ചോദിക്കാനായിട്ട് വരികയായിരുന്നു. അതെ, എത്ര വികൃതമായിട്ടാണ് മഹാബലി എന്നുള്ള ആളിനെ ഓണസമയത്ത് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്നാണ്. ഇപ്പം ഞാൻ ഈ കേട്ടതിൽ നിന്ന് വളരെ പ്രസക്തമായ ചില വാക്കുകൾ, ധർമ്മം, സത്യം. മലയാളികളായ നമുക്ക് ഈ ധർമ്മവും സത്യവുമെല്ലാം ഏറ്റവും എല്ലാ വർഷവും പറയപ്പെടുന്ന വാക്കുകളായി മാറുന്നത് ഓണത്തിനെക്കുറിച്ചും മഹാബലിയെക്കുറിച്ചും പറയുമ്പോഴാണ്. മഹാബലിയെക്കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഞാനിപ്പോൾ സാന്ദർഭികമായാണ് ഈ മഹാബലി നമ്മുടെ ചർച്ചയിൽ വന്നത്. മഹാബലി എന്നുള്ളത് മൃഗകച്ചുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ ഒരു ചക്രവർത്തിയായിരുന്നു എന്നാണ് പറയപ്പെടുക. മഹാബലി മലയാളി അല്ല. മഹാബലി മലയാളിയില്ല, മലയാളിയുമായി കേരളവുമായി യാതൊരു ബന്ധവുമില്ല. അവതാരങ്ങളുടെ ഒരു ക്രമം നമ്മൾ നോക്കിയാൽ മഹാബലിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് വാമനൻ ആയി ബന്ധപ്പെട്ടാണല്ലോ, വാമന അവതാരവുമായി ബന്ധപ്പെട്ടാണ്. വാമനന് ശേഷമാണ് പരശുരാമൻ വരിക. അപ്പോൾ ഇത് പരശുരാമ ക്ഷേത്രം എന്നാണ് കേരളത്തെ പറഞ്ഞിട്ടുള്ളത്. ലിഖിതങ്ങളിലെല്ലാം പരശുരാമ ക്ഷേത്രം എന്നാണ്. അപ്പോൾ കേരളം ഉണ്ടാവുന്നതിന് മുൻപാണ് മഹാബലി, വാമനൻ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരളവുമായി ബന്ധമൊന്നുമില്ല മഹാബലിക്ക്. പക്ഷേ ഓണവുമായി നമ്മൾ മഹാബലിയെ ചേർത്ത് വച്ചിരിക്കുകയാണ് എന്നുള്ളതേ ഉള്ളൂ. മഹാബലി ശരിക്കും കുഞ്ഞു പോലും മഹാബലിയാണ് ഓണത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് നമുക്കതിൽ എതിർപ്പില്ല. കാരണം മഹാബലിയെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മഹാബലി വടക്കേ ഇന്ത്യക്കാരനായ ഒരു ചക്രവർത്തിയാണ് എന്ന് പറയുമ്പോൾ ധർമ്മിഷ്ഠനായിരുന്നു, ദാനശീലനായിരുന്നു. അദ്ദേഹം ദാനശീലനായ ഒരു അസുര ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രദേശം എല്ലാം കൊണ്ടും നാമൊക്കെ മനസ്സിലാക്കുന്ന രാമരാജ്യ തുല്യമായിട്ടുള്ള, കള്ളമില്ല, ചതിവില്ല, എള്ളോളമില്ല, പൊളിവചനം, കള്ളത്തരങ്ങളില്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? ഇപ്പോൾ നമുക്കൊക്കെ കുട്ടികളുണ്ട്, ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുതിർന്ന ആളുകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സമാധാനപരമായി എല്ലാവരുമായി ഒരുമിച്ച് ചേർന്ന് വളർന്ന് പോകണം എന്നുള്ളതല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാമൂഹിക സൃഷ്ടി അത് സാധ്യമാക്കിയ ഒരു ചക്രവർത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹത്തോട് ആദരവും സ്നേഹവുമാണ്. അത്തരത്തിലാണ് മഹാബലിയെ ഭാരതം നോക്കിക്കണ്ടിട്ടുള്ളത്. അതാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഈ ഹിന്ദു സംസ്കൃതിയുടെ ഒരു പ്രത്യേകത അതാണെന്നുള്ളത്, നല്ലതിനെ അംഗീകരിക്കുക. അപ്പോൾ മഹാബലിയെ ഭാരതം നോക്കിക്കണ്ടു എന്ന് പറയുന്നു. കേരളം നോക്കിക്കണ്ടു എന്നാണോ അതോ ഭാരതം നോക്കിക്കണ്ടു എന്നാണോ? ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ ഭാരതത്തിൻ്റെ ഒരു, നമ്മുടെ സംസ്കൃതിയുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. വൈവിധ്യം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയാണ്. ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ കാശ്മീരിലേക്കൊന്ന് യാത്ര തുടങ്ങിയാൽ കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഭാഷ മാറി, രൂപം മാറി, ആചാരം മാറി, ഭക്ഷണം മാറി, കൃഷി മാറി. കേരളത്തിലൂടെ യാത്ര ചെയ്ത് മലബാറിലെത്തുമ്പോൾ ഒരേ മലയാളം തന്നെ മറ്റു രീതിയിലേക്ക് മാറി, ഭക്ഷണം മാറി, വസ്ത്രധാരണ രീതികൾ മാറി. ഈ പല സ്ഥലങ്ങളിലും പലതരത്തിൽ ഓണം ആചരിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഓണം എന്നുള്ളതല്ല, ഓണം എന്നുള്ളതിനെ നമ്മൾ പറയപ്പെട്ടിട്ടുള്ളത് ഒരു വിളവെടുപ്പ് ഉത്സവം എന്നുള്ളതാണ്, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്നുള്ളതാണ്. അപ്പോൾ അത് മഹാബലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ മഹാബലി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ആഘോഷങ്ങൾ ഭാരതത്തിലെ 7-8 സംസ്ഥാനങ്ങളിലുണ്ട്. ഇപ്പോൾ കേരളം, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ ബലിപ്പാടിയ ബലിപ്രതിപാദ എന്ന് പറഞ്ഞിട്ട് ബലി എന്ന് പറഞ്ഞിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ മദ്രാസിൽ, ചെന്നൈയിലല്ലേ നമ്മൾ മഹാബലിപുരം, ഒരു സിറ്റിയുടെ പേര് തന്നെ മഹാബലിയുമായി ചേർത്ത് വച്ചിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ബലി വരുന്നുണ്ട്. ജൈനമതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തായ്ലൻഡിൽ, ഇപ്പോൾ ഹിന്ദുമതം പ്രചരിച്ചിട്ടുള്ള ഇന്തോനേഷ്യ, തായ്ലൻഡ് അങ്ങനെയുള്ള പ്രദേശങ്ങൾ, തായ്ലൻഡിൽ ഒരു ബലി എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ബലി എന്നുള്ളത് ധർമ്മിഷ്ഠനായ ഒരു രാജാവ് പ്രജകൾക്ക് നല്ലത് ചെയ്തിട്ടുള്ള ഒരാൾ. പിന്നെ അദ്ദേഹത്തിന് വന്നൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല, ദാനം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ അറിയണം എന്ന് അദ്ദേഹത്തിനൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചെറിയ അഹങ്കാരം. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുകയും അത് MLA ഫണ്ടിൽ നിന്ന് നൽകി. അപ്പോൾ നമ്മളത് കാണുമ്പോൾ ഇത് ആരുടേതാണ്? ഞാനും നിങ്ങളും ഈ MLAയും അടക്കം കൊടുത്തിട്ടുള്ള നികുതിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പൈസയാണ്, നമ്മുടെ പൈസയാണ്. അപ്പോൾ അവിടെ പേരെഴുതി വയ്ക്കുക. അല്ലെങ്കിൽ ഈ മതസ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പള്ളികളിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സമർപ്പണം, കെട്ടിടം പണിയാനൊക്കെ പൈസ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ഓണവും മഹാബലിയെയും ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് ലിങ്ക് ചെയ്തത് അത് ആസ്വദിച്ചു. അപ്പോൾ എഴുതി വയ്ക്കുകയാണ്, ഇത് സമർപ്പണം ഇന്നയാളെന്ന് എഴുതി വയ്ക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് ഇന്നയാൾ സമർപ്പണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവർ നോക്കുമ്പോൾ വളരെ നിരുപദ്രവകരമായിട്ട് അവർക്ക് തോന്നാം. ഞാൻ എൻ്റെ പൈസ കൊണ്ട് മുടക്കിയതല്ലേ, നാളെ അത് ആളുകൾ കാണട്ടെ എന്നുള്ളത് തോന്നാം. അപ്പോൾ മഹാബലിക്കും അത് മനുഷ്യസാധ്യമായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കാം. അപ്പോൾ അതാവാം വാമനൻ ഈ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കേണ്ടതുണ്ട്.
പക്ഷേ അവിടെയും ഈ മഹാബലിയെ വാമനനെ കാണുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ 7 സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട് എന്നാണ്. മഹാബലിയെ പാതാളത്തിൽ നിന്ന് ഈ വർഷാവർഷം തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു എന്ന സങ്കല്പമുണ്ട്. അപ്പോൾ മഹാബലിക്ക് വേണ്ടിയിട്ട് മുള കൊണ്ട് രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്ന ഭാരതത്തിലെ സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിൽ നമ്മൾ തൃക്കാക്കര അപ്പനെ വയ്ക്കുന്നത് പോലെ. അപ്പം നമുക്ക് ഓണം എന്നുള്ളത് വാമന ജയന്തിയാണ്. മഹാബലി അവിടെ വന്നു, ആയിക്കോട്ടെ, സന്തോഷം, നമുക്ക് എതിർപ്പില്ല. അതാണ് ഈ സംസ്കൃതിയുടെ ഈ ധർമ്മത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ദൈവത്തെയും രാജാവിനെയും ഒരേപോലെ നമുക്ക് ആരാധിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ ആദരിക്കുന്നതിനോ മടിയില്ല എന്നുള്ളതാണ്. മഹാബലി ഒരു അസുര ചക്രവർത്തിയാണ്, പക്ഷേ നമുക്ക് എതിർപ്പില്ല. മഹാബലിയെയും നമ്മൾ നമ്മുടെ ഒരു ആരാധനാ പാത്രമാക്കി കാണുന്നു എന്നാണ്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി, ഇതൊക്കെ പിന്നീട് വന്നിട്ടുള്ള ഒരു നറേറ്റീവുകളാണ്. അങ്ങനെയുള്ള ധാരാളം. ഇപ്പോൾ പെണ്ണെഴുത്ത്, അതെന്തൊരു എഴുത്താന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആണെഴുത്ത്, പെണ്ണെഴുത്ത്, അത്തരത്തിൽ പലതുമുണ്ട്. ഇപ്പോൾ സാഹിത്യം, അക്ഷരം, നക്ഷതി അക്ഷരഹ എന്നാണ്. ക്ഷതിയില്ലാത്തതാണ് അക്ഷരം. അതിനപ്പുറത്ത് അതൊന്നുമില്ല. അത് ഈശ്വരാംശമാണ് എന്നുള്ളതാണ്, ഇല്ലേ? ദേവതയായി, അറിവിൻ്റെ ദേവതയായി സരസ്വതിയെ നമ്മൾ വച്ചിരിക്കുകയാണ്, ഇല്ലേ? വിദ്യാദേവത എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആരെഴുതുന്നു എന്നുള്ളതൊന്നും അതിനകത്തില്ല. എല്ലാം ഒന്നു തന്നെയാണ്. എല്ലാം നമ്മുടെ എല്ലാം ഒരു ആത്യന്തികമായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവരൊക്കെ പറയുന്നത് പോലെ കാസ്റ്റ്ലെസ്, ക്ലാസ്ലെസ്, അങ്ങനെ ഒരു സമൂഹ സൃഷ്ടി എന്ന്. അതിന് പല ഇടങ്ങളിൽ പല ദൈവരാജ്യം എന്ന് പറയുന്നവരുണ്ട്, രാമരാജ്യം എന്ന് പറയുന്നവരുണ്ട്, മാവേലി നാട് എന്ന് പറയുന്നു എന്നുള്ളത്. അപ്പം മാവേലി എന്ന് പറയുന്ന ഒരു അസുരനായതുകൊണ്ട് അവനെ ചവിട്ടിത്താത്തി എന്നുള്ളതല്ല. ശരിക്കും ഹിമാലയത്തിലൊക്കെ നമ്മളിപ്പോൾ സഞ്ചരിക്കുമ്പോഴും ഈ മുകളിലിരുന്നിട്ട് ഈ കാല് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാലുകൊണ്ട് ശിരസിൽ അനുഗ്രഹിക്കുന്ന സന്യാസിമാരുണ്ട്. അപ്പോൾ നമ്മൾ കേദാർനാഥിലും അല്ലെങ്കിൽ ബദ്രീനാഥിലൊക്കെ ഞാൻ അവിടെയെല്ലാം പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്യാസിമാരുണ്ട്. പാദാനുഗ്രഹം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ചെയ്തിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. പാദദീക്ഷ എന്നുള്ളതുണ്ട്. ഇപ്പോൾ കൈ കൊണ്ടാണല്ലോ നമ്മൾ അനുഗ്രഹിക്കുന്നത്. അത് തന്നെ അറിയുന്നവരുണ്ടോ? ഞാൻ ഈ വിവാഹങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു സംഘടനയുണ്ട്, ആ സംഘടനയിലെ നേതാക്കന്മാരോടൊക്കെ ഞാൻ പറയും, ഇതൊക്കെ പഠിപ്പിക്കണം. ചവിട്ടി താഴ്ത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഭൂമി തുറന്ന് അതിനകത്തോട്ട് ഇറങ്ങിപ്പോയി പിന്നെ ഭൂമിക്കകത്തുനിന്ന് അങ്ങനെ ഒരു നാടകീയമായ ചിത്രീകരണമാണല്ലോ. ഒരു ദുരന്തമായി മാറുന്നു, അല്ലേ? നല്ലവനായതിൻ്റെ ദുരന്തം അങ്ങനെ പറയുമല്ലോ. നല്ല മനസ്സുണ്ടായത് എനിക്കൊരു കുഴപ്പമായിപ്പോയി എന്ന് പറയുന്ന പോലെ. അങ്ങനല്ല. ഇപ്പോൾ ഈ കൈകൊണ്ട് അനുഗ്രഹിക്കുക, വിവാഹത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വധുവരന്മാരുടെ അച്ഛനും അമ്മയൊക്കെ പന്തലിലാണ് അനുഗ്രഹം മേടിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചു പാദം തൊടുമ്പോൾ കൈകൊണ്ട് മൂർധാവിൽ വെച്ചിട്ട് അനുഗ്രഹിക്കാൻ അറിയാൻ മേല, അതുപോലും അറിയില്ല. അപ്പോൾ കൈകൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് ഒരു പവിത്രമായിട്ടുള്ള ഒന്നാണ് സനാതന ധർമ്മത്തിൽ. അതിൻ്റെ 100 ഇരട്ടി എനർജിയാണ് പാദത്തിൽ നിന്ന് അനുഗ്രഹിക്കുമ്പോൾ. കാരണം എനർജി ഫ്ലോ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ പാദാനുഗ്രഹം എന്ന് പറയുന്നതാണ് മഹാബലിക്ക് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹത്തെ സുതലം എന്ന് പറയുന്ന ഈ സ്വർഗത്തിന് ചേർന്നുള്ള ഉയർന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ കാവൽക്കാരനായി നിന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് ഈ മഹാബലിയെ പൂജിക്കുന്നതിന് നോക്കി നിന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അത്തരത്തിലേക്ക് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുകയല്ല ചെയ്തിട്ടുള്ളത്, മഹാബലിക്ക് അർഹമായ പരിഗണന കൊടുത്തുകൊണ്ട് മഹാബലിയുടെ ആ അഹങ്കാരത്തെ ഒന്ന് ശമിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മഹാബലിയെ നോക്കിക്കാണേണ്ടത് അത്തരത്തിലാണ്. മഹാബലി എന്നുള്ളത് ദാനശീലനായ ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തെയും നമ്മൾ ചേർക്കുന്നു. ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ച് ഓണ സമയത്ത് നമുക്ക് മഹാബലി എന്നുള്ളത് നമ്മുടെ ഒരു ആത്മാവുമായി ചേർത്ത് വയ്ക്കുകയാണ് മഹാബലി. അതിൽ നമുക്ക് എതിർപ്പില്ല. ഒരേ സമയം വാമനനെയും മഹാബലിയെയും നമ്മൾ ആരാധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഓണത്തിന് വാമനൻ എന്ന് പറയുന്നത് തൃക്കാക്കര ക്ഷേത്രം 12ാം നൂറ്റാണ്ടിലെ ലിഖിതങ്ങളിലൊക്കെ തൃക്കാക്കര ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ വാമന അവതാരം എന്നുള്ളതും വാമന ജയന്തി, ആ ക്ഷേത്രത്തിൽ ഈ വിളവെടുപ്പ് ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകൾക്കും ഭക്ഷണമുണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണത്. ഈ അന്നത്തെ ഒരു കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു 40 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നമ്മളുടെ അറിവ് തീരുകയാണ്. സഞ്ചരിക്കാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ ഞങ്ങളൊക്കെ ധാരാളം മുത്തശ്ശിമാരുള്ളവരാണ്. മുത്തശ്ശിമാരൊക്കെ കാശിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ 2 വർഷം എടുക്കും പോയിട്ട് വരാൻ. ഒരു 10 കിലോമീറ്റർ ഒരു ദിവസം നടന്നാൽ. അപ്പോൾ ഇവരെല്ലാം ഇവരുടെ ഒരു ചെറിയ ചുറ്റളവിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കണ്ടവരാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ നറേറ്റീവുകളൊക്കെ ഉണ്ടാവുന്നത്.